അപ്പൊ പിന്നെ ഞാനത് മനസ്സിലാക്കിയെടുത്ത് അത് ചെയ്യുമായിരുന്നു ഇവിടെ. ഒരു വിരുന്നുകാരൊക്കെ വരുമ്പോ കറി റെഡിയാക്കണമെങ്കിൽ ഇങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പയറ് വളർത്താം, കറിയുടെ നമ്പർ കൂട്ടാം. ഇന്നാലെ ആരോ ചോദിച്ചില്ലേ കുഞ്ഞ് തവിയിട്ട് മരത്തവി എവിടെ നിന്ന് മേടിക്കണ ഇത്രയും സാധനങ്ങളൊക്കെ ചേർക്കണോണ്ടാ രസം നല്ല ഗുണമുള്ളതാന്ന് പറയാം. അതെ. ഇത്തവണ 50 ദിവസം പിടിച്ചു നിൽക്കാൻ പറ്റും. എല്ലാ തവണയും നിൽക്കും, കാരണം ഇവിടെ ഉണ്ടാക്കൂല. ഇങ്ങനെ അന്ന് സംസാരിച്ചതിൽ പ്രത്യേക സന്തോഷം ഇതിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ഒഴിച്ചുണ്ണാനേ ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കുക. ഉച്ചയായി 12 മണിയായി, ഇന്ന് ഡിലേ ആയി. കുറെ വീഡിയോസ് പരിപാടി രാവിലെ തുടങ്ങിയതാട്ടോ. അപ്പൊ എന്താ ഉണ്ടാക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ രസം ഉണ്ടാക്കണേ. രസം എല്ലാ വീടുകളിലും ഉണ്ടാക്കണതാ. നമ്മളും 1-2 കഞ്ഞിവെള്ള രസം, മറ്റേ ഓർഡിനറി രസം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കഞ്ഞിവെള്ള രസം ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് പറഞ്ഞു തന്നാണ്, അത് വളരെ നല്ലതായിരുന്നു, ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇത് വേറൊരു രസം ഉണ്ടാക്കണേ, അതായത് വൻപയർ വേവിച്ച വെള്ളം ചേർത്തിട്ടുള്ള രസം. അത് പറഞ്ഞു തന്നത് ഇവിടത്തെ അമ്മയുടെ വീട്ടിൽ ചെന്നപ്പോ അവിടത്തെ വലിയേട്ടന്റെ മോന മധു അത് പറഞ്ഞത്, ഇങ്ങനെ വൻപയർ വേവിച്ചിട്ട് വെള്ളം ഒഴിച്ചൊരു രസം ഉണ്ടാക്കും ആൻറ്റീന്ന്. അപ്പൊ പിന്നെ ഞാനത് മനസ്സിലാക്കിയെടുത്ത് അത് ചെയ്യുമായിരുന്നു ഇവിടെ. നമ്മള് കിച്ചണിൽ ഉച്ചത്തേക്കുള്ള ഒഴിച്ചു കറി ഇന്നതാ. അപ്പൊ അതിനുള്ള സംഭവങ്ങൾ എന്നാക്കിയാന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി, ചുമന്നുള്ളി, ഇഞ്ചി, നമ്മൾ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ. അപ്പൊ അതിന്റെ അനുസരിച്ച് ഇൻഗ്രീഡിയൻസ് എടുക്കുക, അത് ചതച്ചെടുക്കണം. പിന്നെ വറ്റൽമുളകുണ്ട്, ഒരു ടൊമാറ്റോയുടെ 4/1. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുത്ത ടൊമാറ്റോ, വരവ് ടൊമാറ്റോയാ. നമ്മുടെ ടൊമാറ്റോ എല്ലാം തീർന്ന്. പിന്നെ വേപ്പില നിങ്ങൾക്ക് അറിയാലോ വേണമെന്നുള്ളത്, വേപ്പില. പിന്നെ കുരുമുളക് പൊടി, ചതച്ച കുരുമുളക് പൊടി കേട്ടോ, അത് ഹോം മെയ്ഡാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അല്ല ഏത് പൊടികളൊക്കെ ഇത് മല്ലി, മുളക്. പിന്നെ ഉലുവാപ്പൊടി ഉണ്ട്, ഉലുവാപ്പൊടി, കായപ്പൊടി എടുത്തെടുത്ത് വെക്കാം, കായപ്പൊടി. പിന്നെ വളംപുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്, പിഴിഞ്ഞ് സിറപ്പ് എടുക്കാനായിട്ട്. വെള്ളത്തിലിട്ടേക്കണ സിറപ്പ് ഓൾറെഡി ആയിട്ടുണ്ട്, പുളി അതിൽ കിടപ്പുണ്ട്. പിന്നെ ഇതാണ് വൻപയർ വെള്ളം. അപ്പൊ ഇത്രയും സംഭവങ്ങളാണ്. പിന്നെ കടുക് ഉലുവൊക്കെ പൊട്ടിക്കണം. അപ്പൊ നമുക്ക് ഇത് ആദ്യം ചതച്ചെടുക്കാം. ചതച്ചെടുത്തേച്ച് അതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ അത് രുചിയെ സത്തിറങ്ങിക്കോളൂന്ന്. അപ്പൊ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ഇതിന് വേണ്ട. ചുമന്നുള്ളി ചേർക്കണോണ്ട് നമുക്ക് ഇതെല്ലാം കൂടെ അങ്ങ് ചതയ്ക്കാം. ഇത് രാവിലെ ഒരു ഉലർത്തുകറിക്ക് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ചതച്ചതാണ്, പിന്നെ കല്ല് കഴുകിയിട്ടില്ല, അതുകൊണ്ടാണ് ഇതിൽ ഉണങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കിയ വാഴക്കൂമ്പും വൻപയറും കൂടെ ഇന്ന് തോരനാ. അപ്പൊ ആ വൻപയറിന് വെള്ളം ഊറ്റി വെച്ചേക്കണതാ, അതുകൊണ്ട് അതൊന്നും ഉണ്ടാക്കണേ. അപ്പൊ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാല് വൻപയർ വെച്ചിട്ട് കറി ഉണ്ടാക്കുവാണെങ്കിൽ അതിന്റെ വെള്ളം ഊറ്റി വെച്ച് കഴിഞ്ഞാൽ വേറൊരു കറിയും കൂടെ റെഡി. അപ്പൊ അതിന് ഞാൻ ചെയ്തത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെയ്യാൻ വേണ്ടി വൻപയർ ഇവിടെ കുഴച്ച് വേവിക്കണമല്ലോ. അപ്പൊ കൂടുതൽ വെള്ളം ഒഴിച്ച് വേവിച്ചു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതിന്റെ കുറച്ച് സത്തിങ്ങ പോന്നിട്ടുണ്ട്. പിന്നെ വൻപയർ തന്നെ ഉലർത്തുവാണെങ്കിൽ പിന്നെ ആ പയറിന് അത്രയും രുചി കിട്ടൂല. അപ്പൊ വല്യപ്പടെ വീട്ടിലെ വാഴക്കൂമ്പ് പറഞ്ഞ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, വാളയങ്കോടന്റെ. അപ്പൊ അതും കൂടെ അരിഞ്ഞിട്ട് തോരനും ആക്കി. അപ്പൊ പയറും തോരനും കൂടെ ആകുമ്പോ പിന്നെ ആ തേങ്ങയും കൂടെ ചേരുമ്പോ അതിന്റെ അത് അറിയൂലല്ലോ, കുഴപ്പം അറിയൂലല്ലോ. അപ്പൊ ആ വെള്ളമാണ് ഊറ്റി വെച്ചേക്കണത്. ഒരു വിരുന്നുകാരൊക്കെ വരുമ്പോ കറി റെഡിയാക്കണമെങ്കിൽ ഇങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പയറ് വളർത്താം, കറിയുടെ നമ്പർ കൂട്ടാം, പയറ് വളർത്താം, ചാറിന് ഇതും എടുക്കാം. പരിപാടി. ഇപ്പൊ ചട്ടി ചൂടായപ്പോ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഉലുവയും പൊട്ടാനിട്ടേക്കണം കേട്ടോ. ഇതേ പരന്ന ചട്ടിയിലായിരുന്നു ഉണ്ടാക്കേണ്ടത്. ഇപ്പൊ പറ്റിയ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ചട്ടിയില് ഇങ്ങനെ മീൻചട്ടി എടുക്കാൻ പറ്റൂല, വേറൊരു ചട്ടിയിൽ മോര് കാച്ചി ഇതിച്ചിട്ട് ഇരിപ്പുണ്ട്. പിന്നെ പരന്ന ചെറിയ ചട്ടികള് 2 മേടിച്ചേക്കണത് ഉപയോഗിച്ചിട്ടില്ല, കഞ്ഞോളമൊക്കെ ഇട്ട് പാകപ്പെടുത്തണം. പിന്നെ ഉള്ളതൊക്കെ വലിയ ചട്ടി. അപ്പൊ ഞാനോർത്ത് ഇതിൽ തന്നെ ചെയ്താണെങ്കിൽ ഉപയോഗിച്ചേക്കണാണല്ലോ, അല്ലെങ്കിൽ ഇത് ചെയ്യായിരുന്നു. ആ 2 വശം ഹാൻഡിലുള്ളത് അത് ഓർത്തില്ല കേട്ടോ. അതുകൊണ്ട് ഇതിലാകുമ്പോ കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക്, ഇങ്ങനെ ഉള്ളിലേക്ക് ഇരിക്കണോണ്ട്. മറ്റേ ഹാൻഡിലുള്ളതോ അല്ലെങ്കിൽ പരന്നോ വൃത്തിയായിട്ട് കാണായിരുന്ന. അത് എന്റെ കയ്യിൽ നിന്ന് പറ്റിയ മിസ്റ്റേക്ക്. അപ്പൊ ഇതിലേക്ക് സൂം ചെയ്ത് കണ്ടോട്ടെ. അതപ്പോ മാർഗമുള്ളൂ, ഇതിൽ ആയിപ്പോയി കേട്ടോ, അതുകൊണ്ടാ. ഓക്കെ, വെളുത്തുള്ളി ചുമന്നുള്ളി ഇഞ്ചി കേട്ടോ ചതച്ചത്. ഈ വെളുത്തുള്ളി ചുമന്നുള്ളി ഇഞ്ചി ഇല്ലാത്ത എന്തെങ്കിലും ഒരു കറി ഉണ്ടോ? എനിക്ക് തോന്നുന്നു അപൂർവം. ഇനി കമന്റുകൾ അറിയിക്കാൻ പറ എല്ലാരോടും. ഈ ഇംഗ്ലീഷ് റെസിപ്പിയിൽ പലതും ഉണ്ടാവൂല, അതിലുണ്ടാവൂല. പിന്നെ ഇന്ത്യൻ സ്റ്റൈലില് സൂപ്പ് ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ ഈ വെളുത്തുള്ളി ചുമന്നുള്ളിയൊക്കെ. ആണോ? അങ്ങനെയുണ്ടല്ലേ? ഇല്ലാന്നാണ് എന്റെ ഒരു ധാരണ. അങ്ങനെയുണ്ടല്ലേ? ഇപ്പൊ ഇളക്കാനേ ഈ കയ്യിലല്ല വേണ്ടത്, ഇത് കോരാനാ. ഇത് കൈക്ക് മരിങ്ങുണ്ട് തന്നെയല്ല, ഇത് ഇളക്കാൻ വേണ്ട, മരിങ്ങ് വേണം. അതാണ് അമ്മയുടെ അത്യാവശ്യം. ഇച്ചിരി ചെറുതാ, കൈക്ക് ഇങ്ങനെ ഇണക്കം വേണം. ഇന്നാലെ ആരോ ചോദിച്ചില്ലേ കുഞ്ഞ് തവിയിട്ട് മരത്തവി എവിടെ നിന്ന് മേടിക്കണ? ഒരുവിധം എല്ലാ ഷോപ്പുകളിലും ഇപ്പൊ മരത്തവി കിട്ടും. ഞാൻ മേടിക്കണത്
2-3 മേടിച്ചേക്കണേ മാർജിൻ ഫ്രീന്ന്, 1-2 മേടിച്ചേക്കണത് ഷൈനിന്ന്, പിന്നെ ബാലൻസ് കുറെ ഉണ്ട് എൻ്റെ കയ്യില്. ബാലൻസ് ഉള്ളതൊക്കെ മേടിച്ചേക്കണത് തൃപ്പൂണിത്തുറയിന്ന്. അപ്പൊ ദേ ഇത് നീ പണ്ട് ടൂർ പോയപ്പോ മേടിച്ചോളൂ. വയനാട് കോളേജിൽ നിന്ന് ടൂർ പോയപ്പോ മേടിച്ച നല്ലതാ. ഇതുവരെ ഒരു പ്രശ്നവും ഇല്ല. എത്ര കൊല്ലായതാ. നല്ല സാധനമാണ്. അതിങ്ങനെ കുഴിയുള്ള സംഗതികൾ കോരിയെടുക്കാം. ചാറുകറികൾക്ക് കോരാൻ നമുക്ക് രസത്തിന് അത് എടുക്കണം. വറ്റൽ മുളക്, പിന്നെ ടൊമാറ്റോ എല്ലാം അങ്ങ് ഇടുവാട്ടോ. കുറച്ച് ടൊമാറ്റോ ഇട്ടിട്ടുള്ളൂ. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു, സാധനം കുറച്ചേ ഉണ്ടാക്കണോളെന്ന്. ഇതൊന്ന് ഇച്ചിരി ഉപ്പ് ചേർക്കാം നമുക്ക്. എന്നിട്ട് ഇതൊന്ന് വഴന്നു വരുമ്പോ മറ്റു പൊടികൾ ചേർക്കാം. ഉപ്പ് ചേർത്തു കേട്ടോ. ഇനി ലാസ്റ്റ് നമുക്ക് എല്ലാം കഴിയുമ്പോ ഉപ്പ് കുറവ് ചിലപ്പോൾ വരും, അന്നേരം ചേർക്കാം. കൂടിപ്പോയാൽ പിന്നെ ഇതൊക്കെ വെള്ളം ഒഴിക്കാനും, പിന്നെ പയറുവെള്ളം ഇനി വേറെ ഇല്ല. പയറുവെള്ളം കൊണ്ടാണെന്ന്, പയറ് വെന്ത വെള്ളം കൊണ്ടാണ് നമ്മൾ തയ്യാറാക്കണം വൻപയർ വേവിച്ച. അപ്പൊ ഞാൻ പറഞ്ഞ വൻപയർ കൂമ്പുതോരനാണ് വൻപയർ ഇട്ടിട്ടുള്ള ഇന്നത്തെ കറിയുന്നു. വഴന്നു വരട്ടെ, എന്നിട്ട് പൊടി ചേർക്കാം. ഇച്ചിരി മല്ലിപ്പൊടി കേട്ടോ, പൊടിക്കേ ഉള്ളൂ. മല്ലിപ്പൊടി കുറച്ചേ ഉള്ളൂ. ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി, മറ്റേ എരിവിന് മറ്റേതുണ്ടല്ലോ, പിന്നെ ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഇച്ചിരി ചതച്ചമുളക് പൊടി ചേർത്താൽ ഒരു പൊടിക്ക്. അധികം വേണ്ട, സ്പൈസി അധികം ആക്കണ്ടല്ലോ തോട്ട. പിന്നെ ഉലുവാപ്പൊടിയും ചേർക്കാനുണ്ട്, കായപ്പൊടിയും ചേർക്കാനുണ്ട്. ഇതൊന്ന് വഴന്ന് കഴിയുമ്പോൾ അത് ചേർക്കാം കേട്ടോ. ഇത്രയും സാധനങ്ങളൊക്കെ ചേർക്കണോണ്ടാ രസം നല്ല ഗുണമുള്ളതാന്ന് പറയാം. അതെ. പക്ഷെ അപ്പയ്ക്ക് ഈ ഒഴിച്ചുണ്ണാൻ അത്രയ്ക്ക് താല്പര്യമില്ല. രസം കമ്പനിയിലുള്ളപ്പോഴും അപ്പ പറയും കുടിക്കാനായിട്ട് ഗ്ലാസ്സിലപ്പം എടുക്കുമായിരുന്നെന്ന്. ഈ ഒഴിച്ചുണ്ണാൻ അത്ര താല്പര്യമില്ല എന്ന് ഇവിടെ പറയാറുണ്ട് കേട്ടോ. തിരുമറിയൂരി എപ്പോഴും ഉണ്ടാക്കണ ഒരു ഐറ്റായത് രസം. ശരി, ഉലുവാപ്പൊടി, ഉലുവാപ്പൊടി നമ്മളിവിടെ വറുത്ത് പൊടിച്ചതാ. കായപ്പൊടി, കായം വന്നു കഴിഞ്ഞാൽ അതിന്റെ രുചി തന്നെ അങ്ങ് മാറും, വ്യത്യസ്തത വരും. നല്ല ഒരു സ്മെല്ലും. ഉലുവ വറുത്ത് പൊടിച്ചതും കായവും കൂടെ, കട്ടക്കായ ഇതിന് കൂടുതലും നല്ലതെന്ന് എനിക്ക് തോന്നണത്. ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കുരുമുളക് പൊടി ഇട്ടില്ലേ? ഇട്ടില്ല. ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാ. ഇനി നമുക്ക് കുരുമുളക് പൊടി, ചതച്ച കുരുമുളക് പൊടികൾ ഇതിനകത്ത് കുറെ ഇടാനുണ്ട്. പൊടികളാണ് പാടില്ല. ഹൈലൈറ്റ് പൊടികളാണ്. മറന്നു പോയാൽ അതിന്റെ രുചിയിൽ തന്നെ വ്യത്യസ്തത വരും. ഇനി ഇതങ്ങ് വഴന്ന് കഴിയുമ്പോൾ പുളിവെള്ളം ഒഴിക്കണം. പുളിവെള്ളം ഒഴിച്ച് തിളച്ച് കഴിയുമ്പോൾ പയറിന്റെ വെള്ളം ഒഴിച്ച് വെച്ച് പിന്നെ തിളക്കരുത്, പിരിയൂന്നാ പറയണം. പുളിയും നിങ്ങളുടെ ചേരുമ്പോ. അപ്പൊ ഇത് ഒന്ന് രസം മണം തന്നെ ഉണ്ടോ നോക്കിക്കേ. മധുവിന്റെ റെസിപ്പിയാ. ഉണ്ടെന്ന് പറഞ്ഞു. പുളിവെള്ളം, വാളംപുളി വെള്ളം, പുളി അതിൽ കിടപ്പുണ്ട് കേട്ടോ, കട്ടയായിട്ട്. ഇത് അലുക്കാനായിട്ട് ഇട്ടതാണ്. പുളി നന്നായിട്ട് അങ്ങ് ചേർത്തോ. പക്ഷെ അപ്പ കഴിക്കില്ല, പുളി അധികമായ ഇഷ്ടമല്ല അല്ലേ? അതെ, കറിവേപ്പില. ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കണം, സാധാ വെള്ളം തിളയ്ക്കാൻ വേണ്ടി. ഇപ്പൊ പുളിവെള്ളം കുറച്ചല്ലേ ഉള്ളൂ, കൊണ്ടുവരാം. ഇച്ചിരി സാധാ വെള്ളം ഒഴിച്ചു കൂട്ടോ. എന്നാന്ന് വെച്ചാൽ ഇത് വേണമല്ലോ, പയറുവെള്ളം ഉണ്ടെന്നാലും ഇച്ചിരി സാധാ വെള്ളം ഒഴിച്ച് ഇത് ശരിക്ക് കിടന്ന് ഇതിൽ മിക്സായി തിളക്കട്ടെ. ഈ സംഗതികളെല്ലാം കൂടെ കിടന്നാണ് തിളയ്ക്കേണ്ടത്. ഉപ്പ് നമുക്ക് നോക്കണം. അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ പയറുവെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നോക്കാം. പയറുവെള്ളം എന്ന് ചോദിച്ചാൽ പയറ് വേവിച്ച വെള്ളം കേട്ടോ. അപ്പൊ ഇത് തിളച്ച് കഴിഞ്ഞിട്ട് അത് ചേർക്കാവുള്ളൂ. അത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ല. അപ്പൊ നന്നായിട്ട് കിടന്ന് വെട്ടി തിളച്ചു കൂട്ടോ. ഇനി പയറ് വേവിച്ചതേ, വൻപയറ് വേവിച്ച് വെള്ളം കേട്ടോ ഇത്. ഒഴിക്കുവാണേ. ഇനിയാണ് അതിന്റെ മിക്സ് വരുന്നത്. ഇനി അവിടെ ഇരുന്ന് അത് ലയിച്ചോളും. ചൂടായി കഴിയുമ്പോൾ ഞാൻ ഓഫ് ചെയ്യും. കാരണം പിരിയോന്നൊരു ഡൗട്ട് ഉണ്ട് പുളി ഇതും കൂടെ ചേരുമ്പോ. അതുകൊണ്ടാട്ടോ. എല്ലാം വേവിച്ച് വെച്ചേക്കണം. അതെ, വേവിച്ച് വെച്ചേക്കണം. ഉപ്പ് കുറവുണ്ട്, പുളിയൊക്കെ പാകാം, നല്ലതാ, നന്നായിട്ട് തോന്നണം. ഇന്നത്തെ കറികളിലെല്ലാം പറയാം കേട്ടോ. ഇന്ന് കറി പയർ കൊണ്ടുള്ള തന്നെയാണ് 2 പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ട്. ഇളാമി കറികൾ കാണിക്കാം. വൈകിട്ട് മുതലില്ലേ
3 ദിവസത്തേക്ക് ഇനി അടുക്കള ശൂന്യം, വെജ് മാത്രം. ഏഹേ, അപ്പക്ക് ഡ്രൈ ആവൂലോ. അതിനിപ്പോ എന്നെ 50 ദിവസം എടുക്കാനുള്ളതല്ലേ ഡ്രൈ, 50 ദിവസം എടുക്കാനുള്ളതല്ലേ, അതൊന്നും ഒരു വിഷയമല്ല. ശീലായി. ഇത്തവണ 50 ദിവസം പിടിച്ചു നിൽക്കാൻ പറ്റും. എല്ലാ തവണയും നിൽക്കും, കാരണം ഇവിടെ ഉണ്ടാക്കൂല. അപ്പൊ പിടിച്ചു നിൽക്കാതെ പറ്റില്ല, പിടിച്ചു നിന്നേ പറ്റുള്ളൂ. നല്ലതാ. ഇനി നമുക്ക് ഓഫ് ചെയ്താലോ? പക്ഷെ ഒരു പോരായ്മ നമുക്കിതിലുണ്ട് കേട്ടോ, അതുള്ള കാര്യം പറയണമല്ലോ. മല്ലിയില ഒട്ടുമില്ല ഇതിന്. സാമ്പാറിന് മല്ലിയില ഇല്ലെങ്കിലും വേണ്ടില്ല, രസത്തിന് മല്ലിയില വേണം. അത് എന്നോട് അപ്പം ചോദിച്ചു ഇത് ഉണ്ടാക്കണമെന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇന്നലെ സാധനം മേടിക്കാൻ പറയാൻ മേലാഞ്ഞോന്ന്. ഞാൻ ഇന്നിത് ഉണ്ടാക്കാനിരുന്നതല്ല കേട്ടോ സത്യത്തില്. വൻപയർ വേവിച്ചപ്പോഴാ പെട്ടെന്ന് ഓർത്ത മധു പറഞ്ഞ കാര്യം. ഇപ്പൊ ചാറ് തിരിക്കട്ടെ, വേറെ ചാറൊന്നും ഇല്ല. കാരണം എന്താ വെച്ചാൽ മീൻ വറുത്തത് മാത്രമേ ഉള്ളൂ, വെച്ചതില്ല, തീർന്നു. അപ്പൊ ഇന്ന് വൈകിട്ട് കൊണ്ട് പിന്നെ 2-3 ദിവസത്തേക്ക് ഇനി മീനും ഇറച്ചിയൊന്നും ഇല്ലല്ലോ. ഇറച്ചി അല്ലെങ്കിൽ നമുക്ക് കുറവല്ല. ഇതേ ഗ്യാസ് ഓഫ് ചെയ്തു. എന്നാ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകുമെന്ന് എനിക്കറിയില്ല, പയറുവെള്ളം ഇതിൽ ചേർത്ത് കഴിയുമ്പോൾ. അതുകൊണ്ട് ഞാൻ ചൂടായി കഴിഞ്ഞപ്പോൾ ഓഫ് ചെയ്തു കേട്ടോ. രസത്തിന് പിന്നെ എല്ലാവർക്കും അറിയാലോ കുറുകലില്ല എന്നുള്ളത്. ദേ ഇതിൽ കോരി കാണിക്കാം. ദേ അങ്ങനെ കോരി ഒരു ഫോട്ടോ എടുക്കാം. അതെ, ഞാൻ മറ്റേ കൈ പിടിക്കണം, വേണ്ട മറ്റേ കൈ ഫിംഗർ ക്യാപ്പ. ഇന്നലെ ഞങ്ങൾ 3 പേരും കൂടെ ഒന്ന് എറണാകുളത്തിന് പോയായിരുന്നു, ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അത് കാരണം പോയപ്പോൾ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ വെച്ച് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ട്. മെട്രോയിൽ വെച്ച് കണ്ട സബ്സ്ക്രൈബറിന്റെ പേര് വരെ പറയാം കേട്ടോ. അപ്പൊ അവിടെ വെച്ച് മെട്രോ സ്റ്റേഷനിൽ നമ്മൾ ഇതിലേക്ക് പോകുമ്പോൾ കയറാനായിട്ട് ടിക്കറ്റ് എടുത്ത് പോകുമ്പോഴത്തേക്കും പുറകിൽ നിന്ന് വേഗം വന്ന് വിളിച്ച് 2 ലേഡീസ് ടീച്ചേഴ്സാന്ന് തോന്നണം. അവര് ഒരാളുടെ പേര് ധനീഷ, ഒരാളുടെ പേര് ലയ, അല്ലേ? ലയ. അവര് 2 പേരും കൊല്ലത്തുനിന്ന് വരണവരാണ്. അവര് എറണാകുളത്ത് എന്തൊക്കെയോ ചെറിയ ഷോപ്പിംഗ് പരിപാടിയായിട്ട് ഇറങ്ങിയതാണ്. അവര് ഒരാൾക്ക് കാലിന് വേദനയൊക്കെ ഉള്ളതാണ്. പക്ഷെ വേഗം ഞങ്ങൾ വിട്ടുപോയെങ്കിലോ എന്നോർത്ത് ഓടി ഒരാൾ വന്ന് കയ്യിൽ പിടിച്ചു. അത് കഴിഞ്ഞ് മറ്റേ ആളും വന്ന് കുറച്ചു നേരം സംസാരിച്ചു, വളരെ സ്നേഹമായിട്ട്. അപ്പം എന്നോട് സംസാരിച്ചപ്പോൾ പറയുവാണ്, വീഡിയോയിൽ സംസാരിക്കും പോലെ തന്നെ നേരിൽ കാണുമ്പോഴും. ഞാനപ്പോൾ പറഞ്ഞ നമ്മുടെ സാധാരണ രീതി നമ്മൾ പറയണ വലിയ ഇഷ്ടമാട്ടോ, ചാനൽ ഭയങ്കര സന്തോഷം, സ്ഥിരം നോക്കിയിരുന്ന് കാണുമെന്നൊക്കെ പറഞ്ഞ അവര്. പിന്നെ മെട്രോയിൽ കയറി കഴിഞ്ഞപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ചിങ്ങനെ വന്നപ്പോൾ മെട്രോയിൽ കയറി കഴിഞ്ഞപ്പോൾ സീതാലക്ഷ്മി എന്നോട് ഇങ്ങനെ മാസ്ക് വെച്ച് വെക്കും, ഇച്ചിരി ഏജ് ആയിട്ടുണ്ട്, എന്നിലും ഇച്ചിരിയോടെ ഏജ് ഉണ്ട്. ഞങ്ങൾക്ക് അന്നേരം അവിടെ നിന്ന് കയറിയപ്പോൾ സീറ്റില്ലായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി സീറ്റ് ഷെയർ ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അച്ഛനും മോളും എന്തെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവർ ഫ്രണ്ട് സൈഡിലാണ്, ഞാൻ ബാക്കിലാണ് മെട്രോയുടെ കയറി. നല്ല റഷായിരുന്നു ഞാൻ പോന്നപ്പോൾ. ഒരെണ്ണത്തിൽ തന്നെ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞ് സംസാരിച്ചു. പിന്നെ അതുകൂടാതെ എറണാകുളത്ത് വെച്ച് തന്നെ വേറൊരു സ്പോട്ടിൽ വെച്ച് നമ്മൾ കണ്ടത് രമേന്നാന്ന് തോന്നുന്നു പറഞ്ഞ, മുളന്തുരുത്തി ഭാഗത്തുള്ള രമേന്നാ പറഞ്ഞ കണ്ടു. അവര് ചൊറ്റാനിക്കര റോഡിന്റെ അടുത്താണ് താമസിക്കുന്നത്. എല്ലാ ദിവസവും വീഡിയോ കാണും. ഇപ്പൊ കണ്ണിന്റെ സർജറി ചെയ്തിരുന്നോണ്ട് 1 മാസമായിട്ട് കാണുന്നില്ല, ഇപ്പൊ കണ്ടു തുടങ്ങിയുള്ളൂ. ഭയങ്കര ഇഷ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ എൻ്റെ ഏജൊക്കെ ഉണ്ട്, 10-60 വയസ്സുള്ള ആളാട്ടോ. അപ്പൊ ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കാണുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെ കാണണില്ലല്ലോ, ഞങ്ങളെ ഡെയിലി കാണുന്നത് കൊണ്ട് ഓടി വന്നു ഇങ്ങനെ ടൈം ഉണ്ടാക്കി സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷാട്ടോ. നിങ്ങളിങ്ങനെ ഓടി വന്ന്, നമുക്കറിയില്ല, അവർ കാണുമ്പോൾ പെട്ടെന്ന് നമ്മളെ മനസ്സിലാക്കിയെടുക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ പേരെ ഇന്നലെ ഇങ്ങനെ കണ്ടു എന്ന് ഞാൻ പറയുക. പിന്നെ വേറൊരു സ്ഥലത്ത് വെച്ച് ആ പുള്ളിക്കാരത്തിന്റെ പേര് ഞാൻ പറഞ്ഞു, നീയാ കണ്ടത്, ഞാൻ അപ്പുറം മാറി നിന്നപ്പം മറന്നുപോയി പേര്. ഒരു പലരെ കാണാറുണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരെ കാണാറുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ അന്ന് സംസാരിച്ചതിൽ പ്രത്യേക സന്തോഷം ഇതിലൂടെ അറിയിക്കുക കേട്ടോ. ഓക്കെ, രസത്തിന് അധികം കൊഴുപ്പുണ്ടാവില്ല കേട്ടോ, ഗ്ലാസ്സിൽ കുടിക്കുന്ന സാധനം. അതാ ആൾക്കാർക്ക് അറിയാം. അത് മതി, ഇനി ഒഴുകിപ്പോവും. ഒഴിക്കട്ടെ, അത് മതി, ഒഴുകിപ്പോവല്ലേ. ഞാനിന്നിപ്പോ പതിവിന് വിപരീതമായിട്ട് ചെയ്യാൻ പോവാ. അരികിൽ ഇത് ഒഴിക്കാൻ പറ്റൂല, അരികിൽ ഒഴിച്ചാൽ വെള്ളം വിട്ട് കിടക്കും. അതുകൊണ്ട് അങ്ങനെ അങ്ങ് ചെയ്തു. അങ്ങനെ ചെയ്യേണ്ടി വന്നു നിവൃത്തിയില്ലാതെ പോയിന്റ്. അതെ, അതാണ്. ഈ സദ്യക്കൊക്കെ ചിലപ്പോ ആൾക്കാര് വിളമ്പി വരുമ്പോ നമ്മളെ ശ്രദ്ധിച്ചിരുന്ന ചോറിന് നടുക്കായിട്ട് സാമ്പാറൊക്കെ ഒഴിക്കൂലേ എന്ന് പറഞ്ഞ പോലെ ഇന്നിത് ചെയ്യേണ്ടി വന്നത് അറിഞ്ഞുകൊണ്ട് ചെയ്തത്, അല്ലെങ്കിൽ അരിയിലെല്ലാം ഒഴുകി വീഴും. അത് കാരണം ഇന്നത്തെ കറികൾ ഇതൊക്കെയാണ്. 1 രസം,
2 വാഴക്കൂമ്പ് വൻപയർ തോരൻ, 3 വെളാമീൻ വറുത്തത്, ഒരേ പീസ് മാത്രം. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നമ്മൾ സാധാരണ മോരുകറിയുടെ ആൾക്കാരായതുകൊണ്ട് രസം അങ്ങനെ അധികം അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. 1-2 വട്ടമൊക്കെ ഉണ്ടാക്കിയിരുന്നത് നമ്മൾ വെള്ളത്തിലായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ അതിനേക്കാളും നല്ലതായിട്ട് തോന്നി ഈ പയറ് വെള്ളത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ. കുറച്ചും കൂടി കൊഴുപ്പും കൂടെ കിട്ടി. നല്ലതായിരുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ അപ്പയ്ക്ക് അധികം ഇൻട്രസ്റ്റ് ഇല്ല രസം ഐറ്റംസിനോടൊന്നും. അത് ഗ്ലാസ്സിൽ കുടിക്കാനാണ് ബെസ്റ്റ് എന്ന് എപ്പോഴും പറയും കേട്ടോ. ഞാനും അമ്മയും ഇൻട്രസ്റ്റോടുകൂടി കഴിച്ചു. ഞാനും അത്ര വലിയ ഫാനൊന്നും അല്ല. പിന്നെ എനിക്കങ്ങനെ വലിയ കുഴപ്പമില്ല എന്ന് മാത്രം. എന്ത് തന്നെയായാലും രസം നല്ലതായിരുന്നു കേട്ടോ. പയറുവെള്ളം രസം.